കുട്ടികളെ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള മുട്ട ഓംലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. സാധാ ഓംലേറ്റ് അല്ല. ഇത് കണ്ടാൽ നമ്മുടെ വായിന്ന് വെള്ളം നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ നമുക്കിപ്പോൾ കാണണ്ടേ. അപ്പോൾ ഇത് എങ്ങനെയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കണതെന്ന് നമുക്ക് കാണാം. നമ്മൾ ഭംഗിയുള്ള ചുവന്ന തക്കാളി എടുത്തു കുട്ടികളെ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് മുട്ട അടിക്കുന്നതിനാണ്. ഞങ്ങൾ പാലക്കാടുകാർ സമയം വേസ്റ്റ് ആക്കില്ല. അതിന് ശേഷം ആംലേറ്റിനുള്ള കാര്യങ്ങളൊക്കെ കുനുകുനാന്നറിഞ്ഞ ഇഞ്ചി, കുനുകുന എന്നരിഞ്ഞ പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത് പറഞ്ഞിട്ട് കറിവേപ്പില കുനുകുന എന്നരിയരുത്. കറിവേപ്പില അത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണെന്ന് കണ്ട ഡാൻസ് കളിക്കണേ. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്തു വെച്ചു കറക്റ്റായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു കുട്ടിയെ, 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അത് ബീറ്റ് ചെയ്താണ് നിങ്ങൾ നേരത്തെ കണ്ടത്. വീഡിയോ സ്പീഡിൽ പോയതാണ്. ചീഞ്ചട്ടി എടുത്തു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം പുഴുങ്ങിയ മുട്ട, വെറുതെ സാധാ മുട്ട എടുത്ത് വെച്ച് പൊട്ടിക്കരുത്, പുഴുങ്ങിയ മുട്ട എടുത്ത് നമ്മൾ വെച്ചു. അതിൻ്റെ മുകളിലാണ് കുട്ടിയെ നമ്മൾ ഈ ഓംലേറ്റിൻ്റെ മിശ്രിതം, അതായത് മിക്സ്ചർ ഓഫ് ദ ഓംലേറ്റ് നമ്മൾ വെക്കുന്നത്. കുട്ടികളത് വിചാരിക്കണ പോലെയല്ല, തൊങ്ങനെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വിചാരിക്കാത്തൊരു രുചിയാണ് ഇത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണത്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് അത്ര വേണോ അത്ര ഒഴിച്ചോളൂ. അത് പറഞ്ഞിട്ട് തൊങ്ങനെ ഒഴിക്കരുത്, ആവശ്യമുള്ള അത്ര ഒഴിക്കുക. അതിന് ശേഷം കുറച്ചുകൂടി തക്കാളിയുടെയും നമ്മൾ കുനുകുന അരിഞ്ഞ തക്കാളി നമ്മൾ ഇടുകയാണ്. നല്ല രുചിയാണ് കുട്ടിയെ. എണ്ണയിൽ അത് മുരിഞ്ഞ് വരുന്ന കാണാൻ എന്ത് ഭംഗിയാണ്. കുരുമുളക് നമ്മൾ മറക്കരുത്. എന്ത് മറന്നാലും നമ്മൾ കുരുമുളക് മറക്കരുത്. കുരുമുളക് അതിലിട്ടു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉപ്പിട്ടിട്ടുണ്ടോ അത് പേടിക്കണ്ട. നമ്മൾ നേരത്തെ മുട്ട ഒട്ടിച്ചല്ല കുട്ടിയെ പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചില്ലേ, അതിൽ നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട്. പച്ചമുളകെല്ലാം ഇട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തായിരുന്നല്ലോ. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളിതുപോലെ അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് 2 തവി ഉപയോഗിച്ച് നമ്മൾ തിരിച്ചിട്ടു. വീണ്ടും നമ്മൾ തിരിക്കുമ്പോഴാണ് കുട്ടിയെ നമ്മളിത് റെഡി ആയിരിക്കുന്നത്. എന്ത് ഭംഗിയായിരിക്കണോ. ഇതിൻ്റെ ഭംഗി കാണാൻ പോകുന്നത് ഇത് കട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോഴാണ് കളർ കറക്റ്റായിട്ട് വന്നത്. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അത് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കരുത്, കട്ട് ചെയ്തിട്ട് അതിൻ്റേതായ രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. നമ്മൾ പാലക്കാട് മുണ്ടൂരുകാർ എല്ലാം അതിൻ്റെ രീതിയിലേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഞങ്ങൾ നിഷ്കളങ്കരാണ് കുട്ടിയെ. അമ്മ കട്ട് ചെയ്യണ പോലെ ഇതേപോലെ കട്ട് ചെയ്യുക. കാണാൻ എന്ത് ഭംഗിയായിരിക്കണു. ആ തക്കാളി, ആ പുഴുങ്ങിയ മുട്ട, അതിൻ്റെ ചുറ്റുമുള്ള ആംലേറ്റ്. കുട്ടിയെ ഞാൻ വീണ്ടും പറയണു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ സാധാ ഓംലേറ്റ് കഴിക്കില്ല. ഇതുപോലെ നിങ്ങൾ കഴിക്കുള്ളൂ. വേണമെങ്കിൽ ഇത് പിസ്സ പോലെ നമുക്ക് കഴിക്കാം. നമ്മൾ കഴിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എഗ് ഓംലേറ്റ് എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പേടിക്കേണ്ട, ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കിയത്. തൊങ്ങനെ ടേസ്റ്റാണ്. നമുക്ക് കഴിച്ച് നോക്കാം. നോക്കിയും കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ തക്കാളി, ആ ഉള്ളി, ഈ മുട്ട എല്ലാം കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. അപ്പം നമുക്ക് കഴിക്കാം. സൂപ്പറായിട്ടുണ്ട് കുട്ടിയെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അലിഞ്ഞു പോവുകയാണ്. നമ്മുടെ സാധാരണ ഓംലേറ്റ് പോലെ അല്ല. നല്ല സാധാരണ ഓംലേറ്റ് രുചിയില്ല എന്നല്ല, അത് നല്ല രുചിയാണ്. എക്സ്ക്യൂസ് മീ. ഇത് അസാധ്യ രുചിയാണ് കുട്ടിയെ, അസാധ്യ രുചിയാണ്. അതായത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓംലേറ്റിനൊക്കെ ഇത്ര സ്വാദുണ്ടെന്ന് ഇത് കഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞങ്ങൾ പാലക്കാടുകാർ കള്ളം പറയാറില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ മുണ്ടൂരുകാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ആ ഉള്ളിയും ആ തക്കാളി, ആ മുട്ട, എൻ്റെ കുട്ടിയെ ജീവിതത്തിന് അർത്ഥം ഉണ്ടെന്നൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കുകയും സന്തോഷിക്കുകയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.